മേയർ പദവി കൈവശപ്പെടുത്താനുള്ള കോൺഗ്രസിനകത്തെ അധികാര പോരുകൾ തെരുവിലേക്ക് വരെ നീളുന്ന സാഹചര്യത്തിൽ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. തൃശൂരിലും കൊച്ചിയിലും മേയർ സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹങ്ങൾ താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ശരിവെക്കുന്നതാണെന്ന വാദമാണ് പത്മജ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നത്. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങളോടുള്ള അവഹേളനമാണിതെന്ന് വിമർശിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. മേയർ സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിൽ അടിയും മിടിയും നടക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുപോയവർ അക്ഷരാർത്ഥത്തിൽ ചിരിക്കുകയാണ്. ജനം ജയിപ്പിച്ചു വിട്ടാലും അധികാരത്തിലേറാൻ അടിപിടിയും കടിപിടിയും കൂടുന്ന കോൺഗ്രസുകാർ എത്രയൊക്കെ പഠിച്ചാലും കൊണ്ടാലും നല്ല വഴിക്ക് പോകില്ല എന്നാണ് വോട്ടർമാർക്ക് മനസ്സിലാകുന്ന കാര്യം. കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ എന്ന കരുണാകര പുത്രി അച്ഛന്റെ തട്ടകമായ തൃശൂരിൽ കോൺഗ്രസ് തമ്മിലടിക്കുന്നത് കണ്ട് അന്ന് താൻ പറഞ്ഞതെല്ലാം സത്യമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തൃശൂരിൽ ഉടലെടുത്ത വാക്കുതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒന്നും പുതിയതല്ല എന്നാണ് പത്മജ പറയുന്നത്. അവരെ കുറിച്ചൊക്കെ അന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും അന്ന് ആരും വിശ്വസിച്ചില്ലല്ലോ, ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കൂ എന്നാണ് പത്മജയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂർ കോർപ്പറേഷനിൽ മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസിനെ തഴഞ്ഞ് ഭരണരംഗത്ത് മുൻപരിചയമില്ലാത്ത ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് അവിടെ പരസ്യമായ വാക്പോരിലേക്ക് നയിച്ചത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ലാലി ജെയിംസ് ഇതുവരെ പാർട്ടി വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. മേയർ പദവി വിറ്റുവെന്നും തന്റെ കയ്യിൽ ചില്ലിക്കാശില്ലാത്തതിനാലാണ് തഴയപ്പെട്ടതെന്നുമാണ് ലാലി പറയുന്നത്. നിജി ജസ്റ്റിനും ഭർത്താവും AICC നേതാക്കളെ കണ്ട് സ്വാധീനം ചെലുത്തിയതായും അവർ പറയുന്നുണ്ട്. തൃശൂരിലെ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് അറിയില്ലെന്നും അവർ തുറന്നടിച്ചു. പാർട്ടിക്ക് വേണ്ടി സമര രംഗത്തിറങ്ങി കൈ നനയാത്തവർക്ക് പദവികൾ നൽകുകയാണെന്നും 4ാം തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച തന്നെ തഴഞ്ഞത് നീതിയല്ലെന്നും ലാലി പറഞ്ഞു. ഇടതുമുന്നണി മേയർ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരുന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് ലാലി ജെയിംസ് കൗൺസിലിലെത്തിയത്. മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും അന്തിമ നറുക്ക് വീണത് നിജി ജസ്റ്റിനായിരുന്നു. പൈസയാണോ മേയർ സ്ഥാനത്തിന് മാനദണ്ഡമായത് എന്ന് സംശയമുണ്ടെന്നും ലാലി ജെയിംസ് പ്രതികരിച്ചു. അതേസമയം 4 പ്രാവശ്യം ആർക്കാണ് പെട്ടി കൊടുത്തതെന്ന് ലാലി വ്യക്തമാക്കട്ടെ എന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞത്. പാർട്ടി തീരുമാനമാണ് മേയർ ആരാണെന്ന് തീരുമാനിച്ചതെന്നും ലാലിയുടെ പ്രതികരണം പാർട്ടി പരിശോധിച്ച് ഉചിതമായി നടപടിയെടുക്കുമെന്നും ജോസഫ് ടാജറ്റ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മേയർ വടംവലിയിൽ കോൺഗ്രസിൽ അടിയോടടിയാണ്.